നമസ്തേ. ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി കുടുംബം കീഴേടം മനയിലെ രാമൻ നമ്പൂതിരി 10ാം വയസ്സ് മുതൽ ഭഗവാനെ സേവിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ 100ഓളം ദിവസമായി ഇദ്ദേഹത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തന്റെ പാരമ്പര്യ പ്രവൃത്തിയിൽ നിന്നും നിയമവിരുദ്ധമായി മാറ്റി നിർത്തിയിരിക്കുകയാണ്. മാറ്റി നിർത്താനുള്ള കാരണം വിചിത്രമാണ് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വാതിൽ ശബ്ദത്തോടെ അടച്ചു എന്നതാണ് കുറ്റം. ഇവിടെ നമ്പർ 1 കേരളത്തിൽ അയ്യപ്പന്റെ സ്വർണ്ണക്കട്ടളയും വാതിലും എന്ന് വേണ്ട സകലതും അടിച്ചു മാറ്റിയവർക്ക് 90 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പ്രകാരം സ്വാഭാവിക ജാമ്യം കിട്ടി ജയിലിൽ നിന്നും പുറത്തിറങ്ങി. ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞ ആരോപണത്തിന് ഒരു മെമ്മോ പോലും ഇദ്ദേഹത്തിന് കൊടുക്കാതെ 95 ദിവസമായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു എന്നത് നിയമവിരുദ്ധവും മനുഷ്യാവകാശ ലംഘനവുമാണ്. ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ദേവസ്വം ബോർഡിന് നോട്ടീസ് അയച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. 50 വർഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിത്യനിദാന പ്രവൃത്തി ചെയ്തു വന്നിരുന്ന ഇദ്ദേഹത്തെ കേവലം 2 വർഷം കാലാവധിക്ക് വന്ന ഒരു ബോർഡ് മെമ്പറുടെ ഈഗോ കാരണം 95 ദിവസം ജോലിയിൽ നിന്നും രേഖാമൂലം യാതൊരു അറിയിപ്പും നൽകാതെ മാറ്റി നിർത്തിയിട്ടുള്ളത്. തൊഴിൽ നിഷേധത്തിന് കാരണം ഒരു മെമ്പർ സപരിവാരം തൊഴാൻ നിൽക്കുമ്പോൾ ശ്രീകോവിലിന്റെ വാതിലടച്ചു. ക്ഷേത്രത്തിൽ പൂജയ്ക്ക് നിയോഗിക്കപ്പെട്ടവർക്കും അവരെ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ടവർക്കും ഭഗവാന്റെ കാര്യമാണല്ലോ പ്രാമുഖ്യം നൽകേണ്ടത്. ഭഗവാന് കിരീടം ചാർത്തിയാൽ നേദ്യം, അല്ലാതെ മെമ്പറുടെയും കുടുംബക്കാരുടെയും താല്പര്യമല്ലല്ലോ. പക്ഷേ ഇത് മെമ്പർക്ക് ദഹിച്ചില്ല. വാസ്തവത്തിൽ സീൻ ഇതൊന്നുമല്ല കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പാരമ്പര്യ ആചാരങ്ങൾ അതിന്റെ പവിത്രതയോടെ സംരക്ഷിക്കപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹമുള്ളയാളും അതിനായി പ്രവർത്തിക്കുന്ന ആളുമാണ് അദ്ദേഹം. വൃശ്ചിക മാസത്തിലെ ഗുരുവായൂർ ഏകാദശി ദിവസത്തിലെ ഉദയാസ്തമന പൂജ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് വലിയ പങ്ക് വഹിച്ച വ്യക്തികളിൽ അഗ്രസരനാണ് അദ്ദേഹം. ഇതാണ് അദ്ദേഹത്തോടുള്ള വിരോധവും അദ്ദേഹത്തിന് തൊഴിൽ നിഷേധിക്കാനുള്ള കാരണവും. ക്ഷേത്ര സ്വത്ത് നാനാവിധം നശിപ്പിക്കുന്നതും അടിച്ചു മാറ്റുന്നതും ഒരു ഭാഗത്ത് നടത്തുന്നവർ മറുഭാഗത്ത് ക്ഷേത്രാചാരം സംരക്ഷിക്കാൻ നിൽക്കുന്നവരെ വ്യക്തിപരമായി വൈരാഗ്യബുദ്ധിയെ ആക്രമിക്കുന്നത് ചെറുക്കപ്പെടേണ്ടതാണ്. ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി കുടുംബം കീഴേടം രാമൻ നമ്പൂതിരിക്ക് തൊഴിൽ നിഷേധിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രം ബോർഡ് നിലപാട് തിരുത്തണം. ഇന്ന് എന്തിനും അഭിപ്രായം പറയുന്ന ഗുരുവായൂർ തന്ത്രി ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുക തന്നെ വേണം. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ 5/11/2025 7ാമത് തീരുമാനമായിട്ടാണ് ശബ്ദത്തോടെ വാതിലടച്ചതിനും വലിയ ശബ്ദത്തിൽ സംസാരിച്ചതിനും കീഴേടം രാമൻ നമ്പൂതിരിയെ ക്ഷേത്രപ്രവൃത്തിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം CPI നേതാവ് KP വിശ്വനാഥൻ അവറുകളുടെ മെമ്പർ കാലാവധി പൂർത്തിയാക്കുന്ന കാലം വരെ രാമൻ നമ്പൂതിരി ക്ഷേത്രത്തിന് പുറത്തു നിൽക്കേണ്ടി വരുമെന്നാണ് ഇവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. ദേവസ്വം ബോർഡ് തീരുമാനം വായിച്ചാൽ മനസ്സിലാവും രാമൻ നമ്പൂതിരി നട ഏത് സമയത്താണ് അടച്ചതെന്ന്. ഗുരുവായൂർ ദേവസ്വം ഭരിക്കാൻ വരുന്നവർ വിപ്ലവ സിംഹങ്ങൾ മെമ്പറായിരിക്കുന്ന കാലത്തെങ്കിലും അമ്പലത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് സാമാന്യമായി പഠിക്കേണ്ടതുണ്ട്. പണ്ട് ഭഗവതി ക്ഷേത്രത്തിൽ താന്ത്രിക വിധി പ്രകാരം ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു കയറിയ ഒരു ചെയർമാനെ തടഞ്ഞ പൂജയിലുണ്ടായ തന്ത്രി കുടുംബത്തിലെ അംഗത്തോട് കോർത്തത് വാർത്തയായിരുന്നു. അന്നു പക്ഷേ ഈഗോയ്ക്ക് അങ്ങേരെ കടും വെട്ടിയില്ല. ഇപ്പോ ഭരണസമിതി അംഗമായ ക്ഷേത്രം തന്ത്രി താൻ ഉൾപ്പെട്ട ഭരണസമിതിയുടെ പല കാര്യങ്ങളും തെറ്റെന്ന് പരസ്യമായി പറയുന്നുണ്ടല്ലോ. ടിയാന് ഈ വിഷയത്തിൽ എന്താണാവോ നിലപാട്? ഇതൊരു തൊഴിലെടുക്കാനുള്ള പാരമ്പര്യ പ്രവർത്തിക്കാരന്റെ അവകാശത്തെ നിഷേധിക്കലും നിന്ദിക്കലുമാണ്. ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെല്ലാം തന്നെ ദേവസ്വം ഭരണസമിതിക്ക് ലംഘിക്കാനുള്ളതാണ് എന്നത് സമീപകാലത്ത് ദേവസ്വം നടത്തിയ വിവരങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ നിയമവിരുദ്ധ നടപടികൾ സാധൂകരിക്കാൻ വലിയ പണം നൽകി വലിയ അഭിഭാഷകനെ വയ്ക്കുന്നു. ഇതിനൊക്കെ ഭക്തർ സമർപ്പിക്കുന്ന കാണിക്ക പണമാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇക്കൂട്ടർ ദർശനത്തിന് വരി നിൽക്കുന്ന ഭക്തർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾക്ക് സ്പോൺസറെ അന്വേഷിക്കുന്നത്. ഇനിയിപ്പോൾ ആചാരനാശവും രാഷ്ട്രീയക്കാർ വരുത്തിവെക്കുന്നു. വലിയ ഭക്തജന പ്രതിഷേധം തന്നെ ഉണ്ടാവേണ്ട സാഹചര്യമാണ് ശബരിമലയിലെ പോലെ തന്നെ ഗുരുവായൂരിലും.